സ്വലാത്ത് ചൊല്ലുമ്പോഴേ ആരാണോ ചൊല്ലുന്നത് ആളെ പേരെന്താ, അവളുടെ പേരെന്താ, ഉപ്പാൻ്റെ പേരെന്താ, ഈ അഡ്രസ്സ് അടക്കം നബി തങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത് സ്വഹീഹായ ഹദീസാണ്. നമ്മുടെ ഈ മൊബൈൽ ടവറുകൾക്ക് ആരാ വിളിക്കണത്, ആരുടെ കോളെന്നായി വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഉണ്ടെങ്കിൽ പുണ്യ നബിക്ക് അല്ലാഹു ഇത് സാധ്യമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് എന്ത് പ്രയാസം. അള്ളാഹുവിൻ്റെ ലോകമല്ലേ. അവ മനസ്സറിഞ്ഞ് 3 സ്വലാത്ത് റൗദയിലേക്ക് ഹബീബ് പട്ടാമ്പിയിലെ ഈ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്വലാത്തുകൾ ഹബീബിൻ്റെ തിരുമുറ്റത്തേക്ക് തിരുസന്നിധിയിലേക്ക് അങ്ങനെ നിയ്യത്ത് ചെയ്തങ്ങ് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ്, സമാധാനം കിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ പ്രവർത്തകർ അമലിൻ്റെ വളണ്ടിയർമാർ വരുമ്പോൾ ഒരു കുഴപ്പമില്ലാത്തവരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണേ മൂസനബിയേ. അപ്പോൾ മൂസനബി അലൈഹിസ്സലാം എന്താ പടച്ചോനെ, കഷ്ടപ്പാടുള്ളവരോട് റഹ്മത്ത് ചെയ്യണം, ശരി തന്നെ. ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരോട് റഹ്മത്ത് ചെയ്യേ, അങ്ങനെ ഉണ്ടോ? ഫമാ ബാലുൽ മുആഫാ. മൂസ നബി അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ ഒരു കുഴപ്പമില്ലാത്തവരോട് ഞാൻ എന്തിനാ കരുണ ചെയ്യേണ്ടത്? അവരോട് റഹ്മത്തോ, വീടും കുടിയും വരുമാനം ഒക്കെ ഉണ്ട്, അവരോട് ഞാൻ എന്ത് റഹ്മത്ത് ചെയ്യാനാണ്? പാവപ്പെട്ട മുബ്തല, പരീക്ഷണത്തിൽ കഴിയുന്നവർ, രോഗത്തിൽ, കടത്തിൽ, ദുരിതത്തിൽ കഴിയുന്നവർ, അവരോട് റഹ്മത്ത് ചെയ്യണം. മനസ്സിലായി റബ്ബേ? ഒരു കുഴപ്പമില്ലാത്തവരോട് റഹ്മത്ത് ചെയ്യേ, അതെന്ത് റഹ്മത്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും എൻ്റെ ഉത്തരം? എന്താണ് പറഞ്ഞതിൻ്റെ ഉത്തരം? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ ഫമാ ബാലുൽ മുആഫാ. അല്ലാഹുവേ ഒരു കുഴപ്പമില്ലാത്ത ആളുകളോട് റഹ്മത്ത് എന്താണ്? അവരോട് റഹ്മത്ത് ചെയ്യണം. എന്തേ? ലിഖില്ലത്തി ശുക്രിഹി അലാ മുആഫാതി. ഞാൻ അവർക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ പേരിൽ അവരെന്നോട് ശുക്ർ ചെയ്യാത്തവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം വളരെ പ്രശ്നമാണ് മൂസ നബിയെ. അവരോടൊക്കെ റഹ്മത്ത് കാണിച്ചേക്കിൻ, അവരോട് ദയാവായ്പ കാണിക്കണം, അവരോട് സിമ്പതി വേണം. അത് സിമ്പതി കാണിക്കാനേ പറഞ്ഞു. എന്തേ? ഇത്രമേൽ അള്ളാഹു സൗകര്യം തന്നിട്ട് ഇത് റബ്ബാണ് എന്ന് അതിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, എൻ്റെ ഫോണ് പഴയ മോഡലല്ലേ, ഇതൊക്കെയാ പരാതി. യാ അല്ലാഹ്, ഉള്ളതിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയൊരു പരീക്ഷണമാണ്. ആഫിയത്തുള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുന്നത്. അത്രേ, ശുക്ർ ചെയ്യൂല. നമ്മുടെ മക്കളൊക്കെ അങ്ങനെ വളരുന്നത്. വേണം 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 എന്നല്ലാണ്ട് കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് പിന്നെ ചിന്തയില്ല, അതിന് ശുക്രില്ല, അള്ളാഹുവിനോട് നന്ദിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആലയോട് ഹിദായത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് സേവനം ചെയ്യാനുള്ള തൗഫീഖാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. പടച്ചവന് സേവനം ചെയ്യാനുള്ള തൗഫീഖ്. അള്ളാഹ്ക്ക് സേവനം ചെയ്യേ, അള്ളാഹുവിൻ്റെ മസ്ജിദിന്, ദീനിന്, ഇൽമിന്, സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, നിരാലംബർക്ക്, രാജ്യത്തിന്, നാടിന്, ജന്തുജാലങ്ങൾക്ക്, ഇതൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ്. അതാണത്രേ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും അല്ലാഹു ഫീമൻ തവല്ലൈത് എന്ന സുബ്ഹിക്ക് നമ്മൾ പറയുന്ന ഖുനൂത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ അനുസരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിരിക്കും. അവർക്ക് സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ പറ്റും, അവർക്ക് നന്മ ചെയ്യാൻ പറ്റും, അവർ കളവ് പറയുന്നില്ല, അവരുടെ മനസ്സുകളിൽ ആരോടും വെറുപ്പില്ല. അതുമാത്രമല്ല, എങ്ങാനും ഒരു തെറ്റ് പോവുകയാണെങ്കിൽ ഒരു ദിവസം നേരം പുലർന്ന് നമ്മൾ മലക്കുകളല്ലല്ലോ, തെറ്റ് സംഭവിക്കാം. ആ തെറ്റു കഴിഞ്ഞാൽ അല്ലാഹുവേ പൊറുക്കണേ, മാപ്പ് നൽകണേ. നമ്മൾ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാ. ഇമാമുന ഷാഫിഈ തങ്ങളുടെ മദ്ഹബാണ് സുബ്ഹിയിലെ ഖുനൂത്തുണ്ട് എന്ന്. പിന്നെ ഇനി വേറെ ഏത് ഹദീസുണ്ട് എന്ന് പറഞ്ഞു വന്നാലും ഇമാം ഷാഫിഈ തങ്ങൾക്ക് ലഭിച്ച ഒരു മസ്അല,
അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടേ അവിടെ കുനൂത്തൊന്നുമില്ല, കുനൂത്തില്ലാണ്ട് ഞങ്ങൾ നിസ്കരിക്കുള്ളൂ എന്നൊക്കെ വാശിണ്ടെങ്കിൽ നിസ്കരിച്ചോ. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം, ഇതിനെ മറികടക്കാനൊന്നും ഇവിടെ ഒരു ആൺകുട്ടിയും ജനിച്ചിട്ടില്ല 20-ാം 21-ാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ചു. അപ്പോൾ കുനൂത്ത് ഓതിക്കോളേ, വെറുതെ പറയാം ആ ഹദീസ് ഉണ്ടല്ലോ കുനൂത്ത് ഓതിയിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ദീനിൻ്റെ മസ്അലകൾ അവിടെ രചിച്ചു വെച്ചിട്ടുള്ളത്. അബൂ തുറാബുൻ നഖ്ശബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മലയോരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു മലയുടെ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. ആളോട് ചോദിച്ചു, മൻ അൻത, നിങ്ങൾ ആരാണ്? ഖിദർ നബിയെ കണ്ടവരൊന്നുമില്ലല്ലോ സദസ്സിൽ, ആരെങ്കിലും ഉണ്ടോ? ഖിദർ അലൈഹിസ്സലാമിനെ കണ്ടു എന്നൊക്കെ ഉറപ്പുള്ളവര് എന്നുണ്ടെങ്കിൽ കൈപോക്കിയാട്ടെ. ഇല്ല. നിങ്ങൾ കണ്ടോ? പറഞ്ഞോ? ഇല്ല. മനസ്സ് പറഞ്ഞു. International flight sale is live on eSMyTrip. Get up to 7,000. അബൂ അയ്യൂബ് നഖ്ശബി റഹ്മത്തുള്ളാഹി അലൈഹി ഖിദർ നബി അലൈഹിസ്സലാമിനെ കണ്ട് പരിചയമുള്ള ആളാണ്. അങ്ങനത്തെ ഒരുപാട് ഇമാമിങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. അതൊരു സൗഭാഗ്യം, ഒരു അനുഭവം. ഔലിയാക്കന്മാരുടെ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ് ഖിദർ നബി അലൈഹിസ്സലാമിനെന്നാണ് മഹാന്മാർ പറയുക. ഔലിയാക്കന്മാരുടെ ലോകത്താണ് അദ്ദേഹം ഉണ്ടാവുക, മഹാനവർ ഉണ്ടാവുക, മരിച്ചിട്ടില്ലെന്നാണ്. ഒരു മലയുടെ താഴ്വരയിൽ ഒറ്റക്കിരിക്കുന്നൊരു മനുഷ്യനോട് മഹാനായ അബൂ തുറാബ് നഖ്ശബി റഹിമഹുല്ലാഹ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അനൽ ഖളിറു അൽ മുവക്കലു ബിൽ ഔലിയാ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വിഷയം നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഖിളറാണ് ഞാൻ. അറുദ്ദു ഖുലൂബഹും ഇദാ ശറദത് അനില്ലാഹ്, അല്ലാഹുവിൻ്റെ ചിന്തയിൽ നിന്ന് അവരുടെ ഹൃദയമെങ്ങാനും മാറി നിൽക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് തിരിച്ചുവിടലാണ് എൻ്റെ ജോലി. എന്നിട്ട് പറഞ്ഞു, യാ അബൂ തുറാബുൻ നഖ്ശബി അത്തലഫു ഫീ അവ്വലി ഖദമിൻ വന്നജാതു ഫീ ആഖിരി ഖദം. അല്ലാഹു ഏറ്റെടുത്ത ആളുകളെ നേർവഴിയിലേക്ക് അവരുടെ ഹൃദയത്തെ തെളിച്ചു കൊണ്ടുപോകാൻ അല്ലാഹു ഏൽപ്പിച്ച ഖളിറാണ് ഞാൻ. കാന ലീ ഖൽബുൻ അഈശു ബിഹി ളാഅ മിന്നി ഫീ തഖല്ലുബി റബ്ബി ഫർദുഹു അലയ്യ ഫഖദ് ضاق صدري في تطلبه وأغث ما دام بي رمق يا غياث المستغيث به. അല്ലാഹുവേ, എനിക്കൊരു ഹൃദയമുണ്ടായിരുന്നല്ലോ. കാനലി ഖൽബുൻ അഈശു ബിഹി, ജീവിതത്തിൻ്റെ അർത്ഥമറിയുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നല്ലോ. ഹൃദയം കൊണ്ട് ജീവിക്കാനാ ഖുർആൻ പറയാം. ബ്രെയിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ പറയുന്നൊരു മെറ്റഫറാണ്, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കല്ലുകൊണ്ട് എല്ലാറ്റിനും ബ്രെയിൻ ഉണ്ടല്ലോ, പക്ഷേ ഖുർആനും ഹദീസൊക്കെ ചർച്ച ചെയ്യുക ദിമാഗ് എന്ന വാക്കിന് പകരം കൽബ് എന്ന വാക്കുകൊണ്ടാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ ഇടമാണ്. ഇന്ന് സ്നേഹം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം പറയുന്ന വേണ്ട. കൊറോണയ്ക്ക് ശേഷം നമ്മളൊക്കെ കണ്ട് മുറിച്ചു മാറ്റപ്പെട്ടില്ലേ അല്ലേ? അതുവരെ നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ മുറിച്ച് മാറ്റി അന്ന് മടി പിടിച്ചതാ. അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ മരിച്ചു പോകാതെ ഉണ്ടാവും. അള്ളാഹ് കാക്കട്ടെ. കാനലി ഖൽബുൻ അഈശു ബിഹി, ജീവിക്കാൻ ഒരു ഹൃദയമുണ്ടായിരുന്നു റബ്ബേ. ളാഅ മിന്നി ഫീ തഖല്ലുബിഹി, ചിലപ്പോൾ നല്ല ഇബാദത്ത് ചെയ്യണമെന്ന ഉത്സാഹം, ചിലപ്പോൾ കുറേ ഖുർആൻ ഓതും, പിന്നെ പൂട്ടിച്ച് തിരിഞ്ഞു നോക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. ഖൈറുൽ അഅമാലി അദ്വമുഹു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു. നിങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണത് എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോവുക. ഒരു പേജ് ഓതാതെ എന്നും ഓതുക. ഒരിക്കൽ 10 ജുസൊക്കെ ഓതും, പിന്നെ ആ വഴിക്ക് കിട്ടൂല. 6 മാസത്തിന് പിന്നെ ആളുണ്ടാവില്ല. അങ്ങനെ വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടം അതല്ല, കുറച്ച് എന്നും കൊണ്ട് നടക്കുക. പടച്ചവനെ, എൻ്റെ ഹൃദയം, ഞാൻ ഹൃദയം കൊണ്ട് ജീവിച്ചവനായിരുന്നു റബ്ബേ. പക്ഷേ തഖല്ലുബിഹി ളാഅ മിന്നി ഫീ തഖല്ലുബിഹി, ചിലപ്പോൾ നന്മയോട് സ്നേഹം തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും.
അപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ദിക്റും ചൊല്ലൂല, സ്വലാത്തുല്ല, റാത്തീബുല്ല, മൗലിദുല്ല, ഹദ്ദാദ് റാത്തി ഒന്നുമില്ല. അതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് നിൽക്കും. അപ്പോൾ വേറെന്തോ തിരക്കിലങ്ങ് പോകും. ഓൺലൈൻ ബിസിനസ്സിലാന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് പൊട്ടിപ്പാളീസായി തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങുക. അന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു, അവല് സൊഫലുണ്ടായിരുന്ന ആളാ, പിന്നെ കുറേ കാലം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവില്ലേ? റമദാനിലൊക്കെ ഭയങ്കരമായ മനസ്സിന് മാറ്റം വരും. പക്ഷെ ആ മാറ്റം കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ കഴിയില്ല. ആ പെരുന്നാളിന് വല്ല ഗാനം വിളിയാണ് അവിടെയും പോയി വാ വിളിച്ച് നിൽക്കും. 27-ന് പോയി നൊലവിളിച്ച് കരഞ്ഞു പോകുന്ന ആളായിരിക്കും. പിന്നെ അവൻ മറന്നിട്ടുണ്ടാവും ഞാൻ എന്നെ കരഞ്ഞത്. അവിടെ പോയി കയ്യും പൊട്ടിച്ചിരിച്ച് തിമിർത്താടി അങ്ങ് ബാത്തിലാക്കി പോരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതാണ് ഹൃദയത്തിൻ്റെ പെടക്കലിൽ ആ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി റബ്ബേ. ഹിജാബ് ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ അത് അഴിച്ചു വെക്കുന്നവരുണ്ട്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ഒരു പെടയലാണ്. അതിനാണ് റബ്ബേ എൻ്റെ ഹൃദയത്തിൻ്റെ പെടയലിൽ എനിക്കത് നഷ്ടം